തീർച്ചയായിട്ടും ഭാരതിരാജ ആനന്ദവനം ഗുരുജിയുമായിട്ട് വളരെ മുന്നേ ഉള്ള ബന്ധമാണ്. അദ്ദേഹം ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ജൂന അഖാഡയിലെ നാഗസന്യാസ സമൂഹത്തിൻ്റെ ഗുരു കൂടിയാണ്. കേരളീയനാണെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി വേദികൾ പങ്കിടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സൂഫി ഇസ്ലാമിക് ബോർഡ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. പേര് PMA സലാം മുസ്ലിയാർ. അദ്ദേഹം സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള ജിഫ്രി തങ്ങൾ, അദ്ദേഹവും സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. പിന്നെ സാബിർ ഹസനി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹം ഇതിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഫസലാണ്. ഇപ്പോൾ സൂഫി ഇസ്ലാമിക് ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സൂഫി സമ്പ്രദായത്തിലുള്ളവർ തീർച്ചയായിട്ടും മഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭാരതീയതയാണത്. കാരണം ഏകം സദ്വിപ്ര ബഹുദാവദന്തി എന്നുള്ള കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റേത്. വിഭിന്നമാണെങ്കിലും പുഴ ഒഴുകും പോലെ ആ ഒഴുകുന്ന പുഴയിൽ സർവ്വതും ഒഴുകിപ്പോകുമ്പോഴും ജലം സ്വച്ഛമായും സുന്ദരമായിട്ടും എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ഒരു സന്തോഷം അവരെ പിന്തുണ അറിയിക്കാൻ കൂടിയാണല്ലോ വന്നത്. പിന്തുണ അറിയിക്കാനല്ല, മാഘം ചെയ്യാനാണ് വന്നത്. അതാണ് സത്യം. കേരള സ്റ്റേറ്റ് ഇസ്ലാമിക് സൂഫി ബോർഡിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് സംഘാടകരും മലപ്പുറം തിരുനാവയിലെ നിളാനദിയുടെ തീരത്ത് നടന്ന കുംഭമേളയ്ക്ക് പിന്തുണ അറിയിക്കാനും ആശംസകൾ നേരാനും അവിടെ പോയപ്പോഴുണ്ടായ സംഭാഷണങ്ങളുടെ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടത്. ഈ വീഡിയോ അന്ന് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. കാരണം ഈ പറയപ്പെടുന്ന സൂഫി സംഘടനകളും അതിൻ്റെ പ്രതിനിധികളുമൊക്കെ ദേശീയ തലത്തിൽ RSS BJP സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്നവരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമാണ്. പക്ഷേ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ പറയപ്പെട്ട സൂഫി സംഘടനയുടെ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന PA സലാം മുസ്ലിയാർ പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോഴാണ് എനിക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നിയത്. കുംഭമേളയുടെ പ്രധാന സംഘാടകനായ സ്വാമി ആനന്ദവനം ഭാരതിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, സൂഫി സംഘടനകളും അതിൻ്റെ പ്രതിനിധികളുമൊക്കെ കുംഭമേളയ്ക്ക് പിന്തുണ അറിയിക്കാൻ വന്നതിനെക്കുറിച്ച് സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അവർ കേവലം പിന്തുണ അറിയിക്കാൻ വന്നവരല്ല, മാഘം ചെയ്യാൻ വന്നവരാണ്. അത് കേട്ടതും സലാം മുസ്ലിയാർ ഒരു ചിരിയോടുകൂടി പറയുകയാണ്, അതെ, അതാണ് സത്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മാഘം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്നാനം ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ആചാരം നിള നദിയിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സൂഫികളെന്ന് അവകാശപ്പെടുന്ന കേരള സൂഫി ബോർഡിൻ്റെ പ്രതിനിധികളായ സലാം മുസ്ലിയാരും കൂട്ടരും കുംഭമേളയുടെ ഭാഗമായി നിള നദിയിൽ സ്നാനം ചെയ്ത് അവിടുത്തെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണോ അവിടെ നിന്ന് മടങ്ങിപ്പോയത്? എൻ്റെ ഈ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് മെസ്സേജ് അയച്ചു. അതായത് കേരള സ്റ്റേറ്റ് ഇസ്ലാമിക് സൂഫി ബോർഡിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന PA സലാം മുസ്ലിയാരുടെ നമ്പർ തപ്പിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം ചോദിച്ച ചോദ്യം, പരിശുദ്ധമായ ഇസ്ലാമിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? പ്രവാചകർ മുഹമ്മദ് നബി ഒരു അക്രമകാരിയാണെന്നും അക്രമത്തിലൂടെയാണ് പ്രവാചകർ ഇസ്ലാം വളർത്തിയതെന്നും മക്കയും മദീനയും അടക്കമുള്ള മുഴുവൻ സ്ഥലങ്ങളും പിടിച്ചടക്കിയതും സ്ത്രീകളെയും മറ്റാളുകളെയും ഒക്കെ കീഴ്പ്പെടുത്തിയത് അക്രമങ്ങളിലൂടെയാണ് എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള കാരണം, കുംഭമേളയിൽ അദ്ദേഹം പോയപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകനായ സ്വാമി ആനന്ദവനം ഭാരതിയെക്കുറിച്ച് വാതോരാതെ അദ്ദേഹം സംസാരിച്ചു. ആ സ്വാമി തന്നെയാണ് പറഞ്ഞത് ഇസ്ലാം ഒരു അക്രമത്തിൻ്റെ മതമാണെന്നും പ്രവാചകർ മുഹമ്മദ് നബി അക്രമത്തിലൂടെയാണ് ഇസ്ലാം വളർത്തിയതെന്നുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകർ മുഹമ്മദ് നബിയെക്കുറിച്ചും താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് സലാം മുസ്ലിയാരോട് ഞാൻ ചോദിച്ചത്. അതിന് അദ്ദേഹം എനിക്ക് തന്ന മറുപടി, നിങ്ങൾ പ്രവാചകർ മുഹമ്മദ് നബിയെ വായിക്കൂ, പഠിക്കൂ എന്നായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വോയിസ് അയച്ചു പറഞ്ഞു, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കാനുള്ള കാരണം, താങ്കളുടെ സഹപ്രവർത്തകനായ മലയാളികൾക്ക് അഭിമാനമാണെന്നൊക്കെ താങ്കൾ വിശേഷിപ്പിച്ച സ്വാമി ആനന്ദവനം ഭാരതി തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇസ്ലാം അക്രമമാണെന്നും മുഹമ്മദ് നബി അക്രമത്തിലൂടെയാണ് ഇസ്ലാം വളർത്തിയതെന്നും. അതുകൊണ്ട് ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും താങ്കളുടെ അഭിപ്രായം എന്താണ്? സലാം മുസ്ലിയാർ അതിനെനിക്ക് ഒരു മറുപടിയും തന്നില്ല. താങ്കളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ഇതിനൊക്കെ താങ്കൾ മറുപടി തരുമെന്ന പ്രതീക്ഷയിൽ അടുത്ത ചോദ്യവും ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യവുമായി ഞാൻ അദ്ദേഹത്തിന് വീണ്ടും ഒരു വോയിസ് അയച്ചു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ കുംഭമേളയ്ക്ക് പിന്തുണ അറിയിക്കാൻ പോയി എന്ന് വാർത്തകളിൽ കണ്ടു. പക്ഷേ മാധ്യമപ്രവർത്തകരോട് സ്വാമി പറഞ്ഞത് നിങ്ങൾ പിന്തുണ അറിയിക്കാനല്ല വന്നത്, അവിടെ മാഘം ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിയെ ശരിവെച്ചുകൊണ്ട് അതെ, അതാണ് സത്യമെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുംഭമേളയ്ക്ക് പോയി നിള നദിയിൽ നിങ്ങൾ സ്നാനം ചെയ്തിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ നിങ്ങൾ സ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏകദൈവമായ അള്ളാഹുവിനെയും അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബിയെയും അംഗീകരിക്കുന്ന മുസ്ലിമായ നിങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്ത് നിള നദിയിൽ സ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തിരിക്കുകയാണല്ലോ, വിശ്വാസത്തിൽ പങ്കു ചേർത്തിരിക്കുകയാണല്ലോ. അങ്ങനെ നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ബഹുദൈവ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടോ? അതോ സ്വാമിജിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ
അതെ എന്ന് വെറുതെ അങ്ങ് പറഞ്ഞതാണോ? ഇത്തരത്തിൽ വളരെ ശാന്തമായി, സൗമ്യമായി, സഭ്യമായ ഭാഷയിൽ ലളിതമായ 1-2 ചോദ്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് കമ എന്നൊരക്ഷരം മറുപടി പറയാതെ അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തു പോയി. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എന്തിനായിരിക്കും അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തത്? ഉത്തരം വ്യക്തമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ സൂഫീസത്തെ മറയാക്കി അധികാരികളിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വികലമാക്കി മുസ്ലിം സമുദായത്തെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന പണിയാണ് ഇവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുംഭമേള പോലെയുള്ള ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി അവിടെ ചെന്നിട്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭാരത സംസ്കാരത്തേക്കാൾ വലുതല്ല ഇസ്ലാമും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക. ഏതായാലും ഈ വിഷയത്തിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത്, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ സ്വദേശിയായ PA അബ്ദുസലാം മുസ്ലിയാർ എന്ന കേരള സ്റ്റേറ്റ് ഇസ്ലാമിക് സൂഫി ബോർഡിൻ്റെ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന ഈ മനുഷ്യനെ വലിയ ഒരു നേതാവായി, ആത്മീയ പണ്ഡിതനായി, സൂഫീസ ചക്രവാള സീമയിലെ സൂര്യ തേജസ്സായൊക്കെ കണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ ആ രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരു കാര്യം പ്രത്യേകം തിരിച്ചറിയുക. ഇക്കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലയിലെ തിരുനാവയിൽ നിളാനദിയുടെ തീരത്ത് നടന്ന കുംഭമേളയിൽ സ്നാനം ചെയ്ത് അബ്ദുസലാം മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഈമാൻ ഏതാണ്ട് കലക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി അയാളും അയാളുടെ കൂടെയുള്ള മറ്റ് നേതാക്കളുടെയും പിന്നാലെ കൂടി നിങ്ങളുടെ വിശ്വാസം കൂടി കലങ്ങിപ്പോകാതെ സൂക്ഷിക്കുക.